അതിലേക്ക് BJPക്ക് എത്താൻ പറ്റിയില്ല. അതിന്റെ കാരണങ്ങൾ ഒരു സ്വയം സേവകൻ എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്കും ഇപ്പോഴും ശാഖ നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അനാലിസിസ് എന്താണ്? എൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും സത്യം തുറന്നു പറയുന്ന ആളാണ്. എനിക്കിപ്പോൾ ആരെയും സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫേവർ നേടാനോ ഒരു ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം കേരളത്തിലെ തുടങ്ങുന്നത്. അപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ പരമേശ്വരജിയുടെ കൂടെ ഞാൻ 22 വർഷം വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എപ്പോഴും നമ്മൾ സത്യം പറയാൻ ശീലിക്കണം, പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ആയിരിക്കണം. അതായത് നമ്മൾ സത്യത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷനിലും സത്യസന്ധമായിട്ടൊരു ഒരു നമ്മളൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖർജി അത് കണക്ക് അവർ പറയുന്ന ലെവലിലേക്കുള്ള ഒരു വിജയമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ നമ്മൾ വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് അസംബ്ലിയിൽ 3 താമര വിരിഞ്ഞു. ആ താമര വിരിയിച്ച ആള് 3 പേരും നല്ല കഴിവുള്ള ആൾക്കാരാണ്.